ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് തീരെ എനർജി ഇല്ല കേട്ടോ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ കുറച്ചധികമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, ഡ്യൂട്ടി ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെന്താ, ഞാൻ പോയി നോക്കട്ടെ. ഇന്നലെ നൈറ്റ് നല്ല പെയിനായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ സമാധാനം ഉണ്ടാകും. ബുദ്ധിമുട്ടൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ചധികം സമാധാനം കിട്ടുള്ളൂ. പോയി നോക്കാം. സമയമല്ല, 9:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇപ്പം 9 ടാക്സി പിടിച്ച് പോകണം. ഓക്കെ, ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. എൻ്റെ ടാക്സി വന്നിട്ടുണ്ട്. ഞാനിത് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വേദന കാരണമാണ് എനിക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റാത്തത്. ഈ വീഡിയോയിൽ സൗണ്ട് എത്രത്തോളം ഉണ്ടാകുന്നത്, ഓൺ വോയിസിന് എത്രത്തോളം സൗണ്ട് ഉണ്ടാകുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സംസാരിക്കുന്നതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, അതുവരെ എനിക്ക് പെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടറെ വെയിറ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി റൂമിലേക്ക് പോവാണ്. എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു, സ്കാനിങ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റൂമിലെത്തിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ അതാ അങ്ങനെ വണ്ടിയിലിരിക്കുക. അപ്പോൾ ഓക്കെ, റൂമിലെത്തിയിട്ട് കാണാം. ടാക്സിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പണിയാണ്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയാലും നമ്മളെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ U10 അപ്പം ഈസി ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും കേട്ടോ. ഒറ്റയ്ക്ക് മതി. ഇപ്പം എത്ര സിവിയറായിട്ട് ഭയങ്കര സിവിയറായിട്ട് എല്ലാവരും ഇപ്പം എൻ്റെ ഈ ഒരു കേസിലൊക്കെ ഞാൻ തന്നെ പോയാലും എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവിടെ നമുക്ക് ആളുണ്ടാവും, അവരെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻ്റ് മാത്രം ഹോസ്പിറ്റലിൽ മതി, കൂടെ നിൽക്കാൻ ആളിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യും, അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഇവിടെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ ഒന്നും വരാണ്ടിരിക്കട്ടെ. ഞാൻ അഡ്മിറ്റ് ആവണം ആഗ്രഹിച്ച് പറയുന്നല്ല കേട്ടോ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അഡ്മിറ്റ് ആയിരുന്നു വൈകിട്ട്. അപ്പം ആ സമയത്ത് ഞങ്ങളൊക്കെ ഡ്യൂട്ടിയിലാണ്. രാത്രി മാത്രമേ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നും അവിടെ പോയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പകൽ ഫുള്ള് അവളെ കാര്യങ്ങൾ അവിടെയുള്ള നഴ്സുമാരാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ആ നാട്ടിലുണ്ട്, പക്ഷേ ടേൺ ഫസ്റ്റ് ആയിട്ട് നാട്ടിലൊക്കെ ഉള്ള കാര്യം തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഞാൻ അത് കുറച്ചുകൂടെ അടുത്തറിയുന്നത്. എന്തായാലും അടിപൊളി കാര്യമാണത്. അങ്ങനെ ഞാൻ എൻ്റെ ഹോമിലെത്തി. രാവിലെ ചെക്കപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്താ പറയാ, സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലേ അല്ലായിരുന്നു ഞാന്. ഇപ്പൊ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി, ഫുഡ് ഓർഡർ ആക്കി, ഫുഡ് കഴിച്ചു, മെഡിസിൻ കഴിച്ചിട്ട് കുറച്ച് സമയം കിടന്നു. കിടക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് കേട്ടോ. എങ്ങനെയൊക്കെ കിടക്കും കുറച്ച് സമയം.
അങ്ങനെ കിടന്നു കഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഓക്കെ ആയി. ഇപ്പൊ സംസാരിക്കുമ്പോ ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വൈബ്രേഷനെ കണ്ടോ ചോദിച്ചാൽ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. അത് ഇങ്ങനത്തെ ഒരു പെയിൻ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരു ജെർക്കിങ് നമ്മളെ ബോഡിയിൽ വരും. അതുപോലും പെയിൻ വരും. ഈ ഒരു ഇൻഫ്ലമേഷന്റെ പ്രശ്നമൊക്കെ വരുന്നവർക്ക്, നീരിറക്കത്തിന്റെ പ്രശ്നമൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പൊ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുന്നവരുണ്ടാവും. അതേ സെയിം ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഇന്ന് ഉണ്ടായത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. എന്നുവെച്ചാ എനിക്ക് ഹൈപ്രോലാക്റ്റിനോമന്റെ ഇഷ്യൂ ഉണ്ട്. അത് കാരണം എന്റെ സ്റ്റാൻഡ് ഇങ്ങനെ ആടുന്നുണ്ട്. നല്ല കാറ്റാ. ഹൈപ്രോലാക്റ്റിനോമന്റെ ഇഷ്യൂ കാരണേ നല്ല പെയിൻ വരലുണ്ട്. അത് ഒരു ബ്രസ്റ്റില് ഈ ലാക്ടേഷൻ പ്രോബ്ലം, ഹൈ ലീക്കേജ്, നമ്മളെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനാണ് എന്റെ ട്യൂമർ എഫക്ട് ചെയ്തത്. അപ്പോ അതിന്റെ ഒരു പെയിൻ വരും. അതേ സെയിം പെയിൻ ആണ്. പക്ഷെ എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ഹോർമോണൽ ഇഷ്യൂ ഇല്ല. അതങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ലീക്കേജ് ഒക്കെ ഉണ്ടാവും. എന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് സെയിം ഇഷ്യൂ, ഹൈപ്രോലാക്റ്റിനോമന്റെ ഇഷ്യൂ വരുന്ന ആൾക്കാരുണ്ട്. എന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം. അതാ പോകുന്ന സ്റ്റാൻഡ് അങ്ങ് പോയിട്ട് വരിക. ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അവരൊക്കെ കമന്റ് ഇടുന്നുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ. എനിക്ക് സെയിം ഹൈപ്രോലാക്റ്റിനോമ ഉണ്ട്, എത്രയാണ് കൗണ്ട് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇടുന്നുണ്ട്. എനിക്ക് എല്ലാ സമയവും ഒരേ കൗണ്ട് ഒന്നും അല്ല. അതെല്ലാവർക്കും അങ്ങനെയാണ്. ഡിപ്പെൻസ് അപ്പോൺ അപ്പത്തെ ഇതെന്താണ്, അതിനനുസരിച്ചായിരിക്കും ആ ഒരു കൗണ്ട് ഉണ്ടാവുക. ഇതിങ്ങനെ ആടുകയാണ്, ഒന്നും ചെയ്യാനില്ല. ആടിക്കോട്ടെ, സ്റ്റാൻഡ് ആടിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്കിങ്ങനെ ഈ റൂമിൽ തന്നെ വീഡിയോസ് എടുത്തിട്ടേ ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഇവിടെ നല്ല വൈകുന്നേരമാണ്, നല്ല ചൂടുണ്ട്. ഈ വെയിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയായിരിക്കല്ലോ, നല്ല ചൂടാണ്. വൈകുന്നേരമായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെപ്പ വീഴുന്നു അറിയില്ല. ഭൂമിമേലുള്ള കളിയാ ഈ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട്, കാറ്റ് കാരണം. അപ്പോ ഇതായിരുന്നു എന്റെ പ്രോബ്ലം. അതിന് കൂടെ എന്റെ ഷോൾഡർ പെയിൻ ഓൾറെഡി 1 വീക്ക് ആയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഞാൻ ന്യൂറോളജിനെ ഡോക്ടറെയാണ് കാണിച്ചത്. ന്യൂറോ സർജറി അല്ല, ന്യൂറോളജിനെ ഡോക്ടറെയാണ് കാണിച്ചത്. സർജറിയിൽ കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമല്ല. അപ്പൊ ഞരമ്പിന്റെ ഇഷ്യൂ ആയിട്ട് ന്യൂറോളജിനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഇന്ന് എനിക്കൊരു എക്സ്റേ എഴുതിയിട്ടുണ്ട്. അത് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ അത് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് അതിനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും വേദനയും എന്തൊക്കെയോ ഒരവസ്ഥയായിരുന്നു. അപ്പൊ ന്യൂറോളജിനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് സർജറിന്റെ ഡോക്ടർക്ക് റെഫർ ചെയ്തു. ആ ഡോക്ടറും ഒരു എക്സ്റേക്ക് പറഞ്ഞു. പിന്നെ പിന്നെന്തായിരുന്നു, ഒരു സ്കാനിങ് എടുത്തു. ഇതിന് ബ്രസ്റ്റിന് സ്കാനും ചെയ്തിട്ടുണ്ട്. ബോത്ത് ബ്രസ്റ്റ് സ്കാനായിരുന്നു, അൾട്രാസൗണ്ട് അത് ചെയ്തിട്ടുണ്ട്. അതില് വലിയ ഇഷ്യൂ ഇല്ല. ഞാൻ സ്കാൻ ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പേടിക്കണ്ട എന്നാ പറഞ്ഞത്. പേടിക്കാൻ എന്തൊക്കെയോ ഉണ്ടോ, ഡോക്ടർ എൻ്റെ അടുത്ത് പറയാത്തോണ്ടാണോ അറിയില്ല. പേടിക്കണ്ട, ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇനി നാളത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഡോക്ടറെ പോയി കാണണം. അതിനി രാവിലെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഫിസിയോ കൂടെ നാളെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഫിസിയോ ചെയ്തിട്ട് എക്സ്റേ, ഞാൻ വിചാരിച്ചു എന്തായാലും എക്സ്റേ എടുക്കട്ടെ. എക്സ്റേ എടുത്തിട്ട് ഫിസിയോ ചെയ്യാം. അതിന്റെ റിസൾട്ട് വന്ന് ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് കാരണം ശരിക്കും ഒന്ന് അറിഞ്ഞിട്ട് ഫിസിയോക്ക് എഴുതി എക്സ്റേക്ക് എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയൊക്കെയാ അവസ്ഥകൾ പോകുന്നത്. നല്ല കാറ്റിന്റെ സൗണ്ട് ഉണ്ട് ഇവിടെ. ഫുള്ള് പുറത്തുള്ള കാറ്റ്, മറ്റേ AC-ന്റെ ഔട്ട്ഡോർ ഫാനിന്റെ കാറ്റ് എല്ലാം ഉണ്ട്. അതിന്റെ സൗണ്ട്, എല്ലാവിധ ഡിസ്റ്റർബൻസും ഉണ്ട്. എനിക്ക് ഇങ്ങനെ റൂമിനകത്ത് തന്നെ എന്നെ ഇത്രയുള്ള വീഡിയോ ഇങ്ങനെ കാണിക്കില്ല. അപ്പൊ ഒരേ സ്ഥലത്താകുമ്പോ നിങ്ങൾക്കും ബോറടിക്കും. ഈ ഒരു അവസ്ഥയിലായിട്ടും ഇങ്ങോട്ട് കയറി വന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ അവിടെ കയറി വരുമ്പോ എനിക്ക് ഓരോ സമയത്ത് ഓരോ ചേഞ്ചാണ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു സ്ഥലം എനിക്ക് തരുന്നത്. ചിലപ്പോ ഭയങ്കര സൗണ്ട് ആയിരിക്കും, ചിലപ്പോ ഭയങ്കര കാറ്റായിരിക്കും, ചിലപ്പോ ഭയങ്കര പൊടിക്കാറ്റായിരിക്കും. മണ്ണ് തിന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിവേ, വീഡിയോ ലോങ് ആക്കണ്ട. നമുക്ക് ഇനി നാളത്തെ വീഡിയോ ചിലപ്പോ ഞാൻ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും.
അല്ലെങ്കിൽ നാളത്തെ വീഡിയോ കൂടെ ഡോക്ടറുടെ സജഷനും കൂടെ എന്താണെന്ന് അറിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ലോങ് ആയി പോകണ്ട നോക്കില്ല.